ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൻ്റെ ഫലം വളരെ രസകരമായിട്ട് അല്ലെങ്കിൽ തമാശ പുറമേ ഒരു മനുഷ്യന് കേൾക്കുമ്പോൾ വളരെ തമാശ തോന്നുന്ന രീതിയിലാണ് പ്രതീഷ് വിശ്വനാഥൻ അവതരിപ്പിച്ചിട്ടുള്ളത്. അവർ കണക്കനുസരിച്ചിട്ട് 71 സീറ്റ് നേടിക്കൊണ്ട് കേരളത്തിലെ ന്യൂനപക്ഷ വിഭാഗം ഭൂരിപക്ഷമായിരിക്കുന്നു എന്നാണ്. അതായത് ഹിന്ദുക്കളുടെ സീറ്റുകൾ ആകെ 69 എണ്ണേ ഉള്ളൂ. 69 ഹിന്ദുക്കളാണ് ജയിച്ചിട്ടുള്ളൂ. ബാക്കി ന്യൂനപക്ഷങ്ങൾ 71 സീറ്റുകളിൽ ജയിച്ചിട്ടുള്ളത് എന്നാണ് അവർ അവകാശപ്പെടുന്നത്. ഏറ്റവും വലിയ തമാശ എന്താ വെച്ചാൽ അവർ കണക്കൂട്ടാണ് എത്ര ക്രിസ്ത്യാനികൾ ജയിച്ചു, എത്ര മുസ്ലിങ്ങൾ ജയിച്ചു. അപ്പോൾ അങ്ങനെ കണക്കൂട്ടുമ്പോൾ 36 ക്രിസ്ത്യാനികളും പിന്നെ 35 മുസ്ലിങ്ങളും ജയിച്ചിട്ടുണ്ട്. ഹിന്ദുക്കൾ ആകെ 69 ജയിച്ചുള്ളൂ എന്നാണ് അവരുടെ വാദം. അതായത് ആകെയുള്ള 140 മണ്ഡലങ്ങളിൽ കിട്ടിയിട്ടുള്ളത് 71 സീറ്റുകളിൽ ന്യൂനപക്ഷങ്ങൾ കൈക്കലാക്കി എന്നുള്ളതാണ് അതിൻ്റെ ഏറ്റവും വലിയ തമാശ. അതിൽ ശരിക്കും പറഞ്ഞാൽ ഇപ്പോൾ നമുക്കറിയാം UDFൻ്റെ 102 സീറ്റ് വാങ്ങിയിട്ടുള്ള UDF അതിൽ 39 ഹിന്ദുക്കളുണ്ട്, അതുപോലെ 33 ക്രിസ്ത്യാനികളുണ്ട്, 30ഓളം മുസ്ലിങ്ങളുണ്ട്. അങ്ങനെയാണ് അത് വന്നിട്ടുള്ളത്. അതുപോലെ LDFൽ നോക്കുകയാണെങ്കിൽ 27 ഹിന്ദുക്കളും അതുപോലെ 3 ക്രിസ്ത്യാനികളും 5 മുസ്ലിങ്ങളുമാണ് LDFൻ്റെ കണക്കിൽ. ഇതൊക്കെ ഇവരുടെ കണക്കാണ്, നമ്മൾ മനസ്സിലാക്കണം. അതുപോലെ NDAയിൽ ഉള്ള 3 പേര്, അവരെ സംബന്ധിച്ചോളം NDAയിലുള്ള ഈ 3 പേരാണ് ആകെ ഹിന്ദു സമുദായത്തെ പ്രതിനിധീകരിക്കുന്നതാണ് അവർ പറയുന്നത്. ബാക്കിയുള്ള അപ്പോൾ പിന്നെ എങ്ങനെയാണ് അവർ കണക്ക് കൂട്ടിയതെന്ന് മനസ്സിലാവുന്നില്ല. ഇങ്ങനത്തെ ഒരു കണക്ക് കൂട്ടിയിട്ടാണ് അവർ പറയുന്നത് ഏത് ഭൂരിപക്ഷം ന്യൂനപക്ഷമായ തെരഞ്ഞെടുപ്പ്, ന്യൂനപക്ഷം ഭൂരിപക്ഷമായ ന്യൂനപക്ഷങ്ങളൊക്കെ കൂടി കൂട്ടി കഴിഞ്ഞാൽ മറ്റേ ഭൂരിപക്ഷത്തിനേക്കാൾ വലുതായിരുന്നു. അപ്പൊ അങ്ങനെ നമുക്ക് നോക്കുമ്പോൾ അങ്ങനെ ഇവരുടെ കണക്ക് പ്രകാരമാണ് എണ്ണം കണക്കാക്കണത് എന്നുണ്ടെങ്കിൽ പിന്നെ കേരളത്തിലെ കോൺഗ്രസും അല്ലെങ്കിൽ കേരളത്തിലെ CPM ഒക്കെ പൂർണ്ണമായിട്ട് ഹിന്ദു പാർട്ടി എന്നുള്ള രീതിയിൽ കാണേണ്ടി വരുമല്ലോ അങ്ങനെയാണെങ്കിൽ. കാരണം ഭൂരിപക്ഷം ഹിന്ദുക്കൾക്കാണ് എന്നുള്ളതുണ്ട്. ഇതിനേക്കാളും കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള വേറൊരു കണക്ക് മുമ്പ് അവതരിപ്പിച്ചിട്ടുണ്ട്. 2 കണക്കാണ് ഈ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതിന് ശേഷം പ്രതീഷ് വിശ്വനാഥ് കമ്പനി പുറത്തുവിട്ടിട്ടുള്ളത്. ഒന്ന്, അമ്പിയ നേരത്തെ പറഞ്ഞ ഭൂരിപക്ഷങ്ങളൊക്കെ ഇപ്പൊ ന്യൂനപക്ഷങ്ങളായി, ന്യൂനപക്ഷങ്ങളൊക്കെ ഭൂരിപക്ഷമായി എന്ന് പറയുന്ന ഭയങ്കര രസകരമായ ഒരു മുദ്രാവാക്യം അല്ലെങ്കിൽ രസകരമായ ഒരു നിരീക്ഷണം. അടുത്തത് കുറച്ചുകൂടി കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള നിരീക്ഷണങ്ങളാണ് പുറത്തുവിട്ടിട്ടുള്ളത്. അതായത് അത് ഹിന്ദുക്കള്, മുസ്ലിങ്ങള്, ക്രിസ്ത്യാനികളുടെ കണക്കുകൾ നോക്കിയിട്ട് മുസ്ലിങ്ങളുടെയും ക്രിസ്ത്യാനികളുടെയും മണ്ഡലങ്ങൾ അതുപോലെ ഹിന്ദുക്കളുടെ മണ്ഡലങ്ങളൊക്കെ വേർതിരിച്ചിരിക്കുകയാണ് അവർ. എങ്ങനെ ചെയ്ത് അത് ഇത്തിരി കോംപ്ലിക്കേറ്റഡ് ആണ്, എന്നാലും നർമ്മം ധാരാളമായിട്ടുള്ള ഒരു കാര്യം. മൂപ്പര് പറയാന്ന് വെച്ചാല് 71 ഹിന്ദു ഭൂരിപക്ഷ മണ്ഡലങ്ങൾ കേരളത്തിലുണ്ട്. 71 ഈ 71 ഹിന്ദു ഭൂരിപക്ഷ മണ്ഡലങ്ങളിൽ ഉണ്ടായിട്ടും ആകെ ജയിച്ചത് 3 സീറ്റാണ്. അതായത് ഹിന്ദുക്കളുടെ പാർട്ടി ആയിട്ടുള്ള NDA ആകെ ജയിച്ചത് 3 സീറ്റിലാണ്. എന്ന് പറഞ്ഞു കഴിഞ്ഞാല് 71 സ്ഥലത്ത് ഇത്രയും ഭൂരിപക്ഷമുള്ള കഠിനമായ ഭൂരിപക്ഷമുള്ള ഹിന്ദുക്കള് 3 സ്ഥാനത്തിൽ വിജയിപ്പിച്ചുള്ളൂ എന്ന് പറഞ്ഞാൽ ആ 3 പേരുന്ന NDAക്കാരാണ്. അപ്പോൾ എത്ര വോട്ട് സീറ്റായി മാറിയതിന്റെ കണക്ക് മൂപ്പർ പരിശോധിച്ചു. നോക്കിയപ്പോൾ മൂപ്പർ കണ്ടത് 4.2% വോട്ട് ടു സീറ്റ് എഫിഷ്യൻസി. അതാണ് മൂപ്പര് അതിന് അത് വോട്ടുകളുടെ എണ്ണവും സീറ്റുകളുടെ എണ്ണം നമ്മൾ താരതമ്യം ചെയ്തിട്ട് ഒരു വോട്ട് ടു സീറ്റ് എഫിഷ്യൻസി കണക്കാക്കി 4.2. ഇതേ കാര്യം ആള് മുസ്ലിങ്ങളുടെ കാര്യത്തിൽ, ക്രിസ്ത്യാനികളുടെ കാര്യത്തിലൊക്കെ മൂപ്പര് കണ്ടെത്തിയിട്ടുണ്ട്. ഞാൻ കണക്കുകൾ പെട്ടെന്ന് പറയാം. 27% ആണ് മുസ്ലിങ്ങൾ കേരളത്തിലുള്ള മൂപ്പര് കണക്കനുസരിച്ച്. അവര് ഭൂരിപക്ഷം അല്ലെങ്കിൽ 30 മുതൽ 40% സീറ്റുള്ള 38 മണ്ഡലങ്ങൾ. ഈ 38 മണ്ഡലങ്ങളിൽ നിന്ന് അവർ മുസ്ലിം ലീഗ് മാത്രം 22 സീറ്റ് ജയിച്ചു. മുസ്ലിങ്ങളെ മൊത്തം കണക്ക് 35 സീറ്റും ജയിച്ചു. അപ്പൊ മുസ്ലിം ലീഗിനെ മാത്രം കണക്ക് ഇപ്പൊ എടുത്തിട്ടുള്ളൂ സൗകര്യത്തിന് വേണ്ടി. അങ്ങനെ എടുത്തു നോക്കുമ്പോൾ 95% വോട്ട് ടു സീറ്റ് എഫിഷ്യൻസി. എന്ന് പറഞ്ഞാൽ ഈ ഇത്തിരി പോകുന്ന ഈ മുസ്ലിങ്ങൾ എല്ലാവരും ഒരുമിച്ച് നിന്നിട്ട് അവർക്ക് പറ്റാവുന്ന എല്ലാ സീറ്റ് അടിച്ചെടുത്തു. അപ്പൊ 95% എഫിഷ്യൻസി, വോട്ട് ടു സീറ്റ് എഫിഷ്യൻസി. ഇനി ക്രിസ്ത്യാനികളുടെ കണക്ക് എങ്ങനെയാ? 18% ക്രിസ്ത്യാനികൾ കേരളത്തിലുള്ളത്. ഇവര് 30 മുതൽ 40% വരെ വോട്ടുള്ള അവരുടെ മണ്ഡലങ്ങളുടെ എണ്ണം 29 എണ്ണാണ്. ഈ 29 എണ്ണത്തിൽ നിന്ന് അവർ 31 സീറ്റ് അടിച്ചെടുത്തിട്ടുണ്ട്. വോട്ട് ടു സീറ്റ് എഫിഷ്യൻസി 80%. ഇങ്ങനൊരു കണക്ക് മൂപ്പർ അവതരിപ്പിച്ചു. അപ്പൊ ഈ വോട്ട് ടു സീറ്റ് എഫിഷ്യൻസി കണക്ക് പറഞ്ഞിട്ട് മൂപ്പര് CPM എന്നൊന്ന് വിലയിരുത്തും കൂടി ചെയ്യുന്നുണ്ട്. അവർ പറയാ എങ്ങനെയാണ് CPM ജയിക്കുന്നത്? CPM ജയിക്കുന്നത് പിന്നക്കക്കാരായിട്ടുള്ള ഈഴവരെ വോട്ടുകൊണ്ടാണ്. എന്നിട്ട് അവർ ഈഴവർക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യുന്നുണ്ടോ? മൂപ്പർ വളരെ രോഷാകുലനാണ്. ഈഴവർക്ക് വേണ്ടി ഇവർ എന്തെങ്കിലും ചെയ്യുന്നുണ്ടോ എന്നാണ് മൂപ്പരുടെ ചോദ്യം.
അതുകൊണ്ട് മൂപ്പർ ഒരു അടുത്ത 31 ഇലക്ഷനിൽ ജയിക്കണമെങ്കിൽ മൂപ്പർ പറഞ്ഞതെന്ന് വെച്ചാൽ ആ ഓൾ കേരള അടിസ്ഥാനത്തിലെ ഈഴവരും നായന്മാരും ഒരുമിച്ച് വരേണ്ട ആവശ്യമില്ല. ആളുകളാണ് ചാത്തന്നൂർ മണ്ഡലം നമ്മളെങ്ങനെ ജയിച്ച് അവിടെ നമ്മൾ കൃത്യമായി പ്രാദേശികമായി ചില നീക്കുപോക്കുകൾ ഡെവലപ്പ് ചെയ്തെടുത്ത് അവിടെ നമ്മൾ ഈഴവരെ ചാക്കിലാക്കുക. അല്ലാണ്ട് മൊത്തം ഈഴവരുടെ കണക്കൊക്കെ എടുത്ത് ഈഴവർക്ക് കൂടുതൽ സീറ്റ് കൊടുക്കേണ്ട കാര്യമൊന്നുമില്ല. അതിന് മുമ്പ് അതിലൊന്നും വിശ്വസിക്കുന്നില്ല. പ്രാദേശികമായ അത് വളരെ സൗകര്യമാണല്ലോ. കാരണം വെച്ചാല് മൊത്തം സീറ്റ് നോക്കുകയാണെങ്കിൽ ഇപ്പൊ ആകെ ഇത്തവണ ഈഴവർക്ക് ലഭിച്ച സീറ്റ് നോക്കിയാൽ 21 സീറ്റാണ് ഈഴവർക്ക് ആകെ ലഭിച്ചിട്ടുള്ളൂ. അപ്പൊ 21 സീറ്റ് ഈഴവർക്ക് മൊത്തം കേരളത്തിൽ മൊത്തം കൊടുത്തിട്ടുള്ളൂ. ഈ മൊത്തം സീറ്റ് എന്ന് പറഞ്ഞാൽ നായന്മാർക്ക് കൊടുത്ത സീറ്റിന്റെ പകുതി ഈ ലഭിച്ച വോട്ടിന്റെ പെർസെന്റേജ് വൈസ് നോക്കുകയാണെങ്കിൽ വളരെ കുറവാണത്. അപ്പൊ ഇതൊക്കെ എല്ലാം കൂടി നോക്കിക്കഴിഞ്ഞാൽ ശരിയാവില്ല. അപ്പൊ മൂപ്പര് പറഞ്ഞു അതൊന്നും നമുക്ക് തൽക്കാലം വേണ്ട, നമ്മൾ ഓരോ മണ്ഡലമായിട്ട് നോക്കിയിട്ട് അവിടെയൊക്കെ പിന്നാക്കക്കാരും ഈഴവരും പിന്നാക്കക്കാരും നായന്മാരും ഈഴവരും ഒക്കെ ഒരുമിച്ച് നിന്നിട്ട് അവിടെ നമ്മൾ സീറ്റ് ഉണ്ടാക്കുക മണ്ഡലങ്ങളിൽ മാത്രം. കാരണം എല്ലാം കൂടി ആയി കഴിഞ്ഞാൽ നമുക്ക് ഈ എണ്ണൊക്കെ ആൾക്കാർ പറഞ്ഞു തരും, അത് കുഴപ്പമാണ്. ഇതാണ് മൂപ്പരുടെ ലോജിക്ക്. ഇത് സത്യം പറഞ്ഞു കഴിഞ്ഞാല് ഇവരുടെ ഈ കണക്ക് കേൾക്കുമ്പോൾ നമുക്ക് ആകെ തല പെരുകും. ഈ കണക്കുകളിലൊക്കെ അവർ ഉദ്ദേശിക്കുന്നത് എന്താ വെച്ചാല് ഹിന്ദുക്കളുടെ പാർട്ടിയായിട്ടുള്ള എൻ ഡി എനെ ഇവരാരും ജയിപ്പിക്കുന്നില്ല. ഹിന്ദുക്കൾ ഒരുമിച്ച് നിന്നിട്ട് എൻ ഡിക്ക് വോട്ട് കൊടുക്കുന്നില്ല. അല്ല, മൂപ്പരുടെ മറ്റേ ഈ 3 സീറ്റേ ഉള്ളൂ എന്നുള്ള മൂപ്പരുടെ വാദത്തിനെതിരാണ് മൂപ്പര് രണ്ടാമത് അവതരിപ്പിക്കുന്ന കണക്ക്. അതായത് ഞാൻ ആദ്യം പറഞ്ഞ കണക്ക് അവിടെ ഇപ്പൊ ഈ 69 സീറ്റ് പിന്നെ ഹിന്ദുക്കൾക്ക് നേടിയിട്ടുണ്ട് എന്ന ആളെന്നെയാണല്ലോ പറയണത്. അപ്പൊ ഈ 69 ഹിന്ദുക്കളുടെ സീറ്റ് എന്ന് പറഞ്ഞാൽ അത് ഹിന്ദുക്കളുടെ സീറ്റ് തന്നെയല്ലേ? അപ്പൊ അതിൽ വേറെ പ്രോബ്ലം അത് കാണുന്നില്ല. അതിൽ വേറെ കുഴപ്പമുണ്ട്. ഈ മൂപ്പര് പറയുന്ന ഈ 69, 71 കണക്കൊക്കെ എടുത്ത് പരിശോധിച്ച് നോക്കുമ്പോൾ അതിലൊരു പ്രശ്നം എന്താ വെച്ചാല് ഇവർക്ക് ഹിന്ദുവിന്റെ കണക്കെടുക്കും. അവരെന്തുകൊണ്ടാണ് ഈ ഹിന്ദുവിന്റെ ഉള്ളിൽ നമുക്കറിയാം വിവിധ ജാതികളുണ്ട്. ഈ വിവിധ ജാതികളിൽ എല്ലാവർക്കും ഒരേ അവകാശമില്ല. കഴിഞ്ഞ മന്ത്രിസഭയില് 6 പേരാണ് മന്ത്രിമാരായത്. ഈ പുതിയ നിയമസഭയില് 21 പേര് മാത്രമാണ് ഈഴവരുള്ളത്. ഈ കുറച്ച് ജനസംഖ്യാനുപാതമായ പ്രാതിനിധ്യം ലഭിച്ചിട്ടുള്ളത് നേരത്തെ പറഞ്ഞ അല്ലെങ്കിൽ അതിനോട് അടുത്ത് ലഭിച്ചിട്ടുള്ളത് SC ST വിഭാഗങ്ങൾക്കാണ്. കാരണം അതിന് സംവരണങ്ങൾ കൊണ്ട് മാത്രമാണത്. ഇപ്പൊ ഈ നിയമസഭയില് മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായിട്ട് അവതരിപ്പിക്കേണ്ട 3 നായന്മാരാണ്. അതായത് നായന്മാർ തമ്മിൽ മത്സരമാണ് കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. അല്ലാതെ ഒരു പിന്നാക്കക്കാരനില്ല. മുസ്ലിങ്ങൾ പാടില്ലെന്ന് തീരുമാനം എടുത്തിട്ടുണ്ട്. അപ്പോ ഇദ്ദേഹത്തിന്റെ ഹിന്ദു ആരാണെന്നും കൂടി അവതരിപ്പിച്ചാൽ നമുക്ക് ഏകദേശം ഒരു ധാരണയോ. ആരാണ് പ്രതീഷ് വിശ്വനാഥിന്റെ ഹിന്ദു? പ്രതീഷ് വിശ്വനാഥ് കണക്ക് പറയുമ്പോൾ ഹിന്ദുക്കൾ കണക്ക് പറയും. പക്ഷേ ഇതിനെ കാസ്റ്റ് വൈസ് ആയിട്ട് അദ്ദേഹം തരംതിരിച്ച് പറയില്ല. അത് തരംതിരിച്ച് പറഞ്ഞാൽ എന്താ കള്ളി വെളിച്ചത്താവും. എന്താ കള്ളി വെളിച്ചത്താവുന്നത്? ഈഴവർക്ക് ഞാൻ 2 പ്രാവശ്യം ആവർത്തിച്ച് കഴിഞ്ഞു. 21 സീറ്റാണ് ഈ നിയമസഭയിൽ ആകെയുള്ളത്. 9 സീറ്റാണ് UDF-ലുള്ളൂ. അതായത് 102 സീറ്റിൽ 9 സീറ്റേ ഉള്ളൂ ഈഴവർക്ക്. ബാക്കി സീറ്റ് മുഴുവൻ ഈഴവരല്ലാത്ത ആളുകളാണുള്ളത്. അതേപോലെ ആകെ എന്ന് പറഞ്ഞാൽ ഇവരുടെ ജനസംഖ്യാനുപാതമായി പരിശോധിക്കുകയാണെങ്കിൽ ഈഴവരുടെ ജനസംഖ്യ എന്ന് പറയുന്നത് 21.9%. ഇത് 2019 കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്തിൽ ഒരു കണക്കെടുത്തിട്ടാണ്. ഇതുവരെ അവര് സമുദായ സെൻസസ് എടുക്കാൻ തയ്യാറായിട്ടില്ല, കാസ്റ്റ് സെൻസസ് എടുക്കാൻ തയ്യാറായിട്ടില്ല. തയ്യാറായി കഴിഞ്ഞ് ഈ കണക്കുകളൊക്കെ മാറും. പക്ഷെ 2019 നമ്മുടെ കയ്യിലുള്ള അവസാനത്തെ ഒരു കണക്ക് എന്ന് പറയുന്നത് അവരെ എടുത്തിട്ടുള്ള ഒരു സാമ്പിൾ സർവേയാണ്. അത് പ്രകാരം 21.9% ജനസംഖ്യ. അത് എന്ന് പറഞ്ഞാൽ 15% ഈ നിയമസഭയിൽ ഈഴവർക്ക് ഏകദേശം പ്രാതിനിധ്യം ഉള്ളത്. ഒട്ടും ജനസംഖ്യ ശരിക്കും പകുതി പ്രാതിനിധ്യം. ഇനി വേറൊരു ഉദാഹരണം നോക്കാം. നായന്മാരെ നോക്കാം. നോക്കാൻ പോകുന്നില്ല, നായന്മാരെ നോക്കാം. 23 നായന്മാരെ ഒരു കണക്കനുസരിച്ച് 23 നായന്മാരാണ്. 2 പേരാണ് ഈ കണക്കുകൾ എടുത്തിട്ടുള്ളത്. ഞാനത് അതിലൊരു ക്രെഡിറ്റ് ഒന്ന് സുദേശം രഘു, നമ്മളെല്ലാവരും സുഹൃത്താണ്. അദ്ദേഹമാണ് ഈ കണക്ക് ആദ്യം കണക്ക് കൂട്ടിയത്. നമ്മളത് നേരത്തെ ഇതുപോലത്തെ വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ട്. അതുപോലെ മറ്റൊരു കണക്കെടുത്തിട്ടുള്ളത് സോളിഡാരിറ്റി എന്നൊരു കണക്കെടുത്തിട്ടുണ്ട്. അപ്പൊ ഈ 2 വിഭാഗം ആളുകളാണ് ഇത്തരം കണക്കുകൾ കൂട്ടിയത്. ആ കണക്കുകളുടെയും കൂടി ബേസ് ചെയ്തുകൊണ്ടാണ് നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. നായന്മാർ 23 പേരാണ് ഈ നിയമസഭയിൽ എത്തിച്ചേർന്നിട്ടുള്ളത്. ഇവർക്ക് സീറ്റിന്റെ പെർസെന്റേജ് നോക്കിയാൽ 16.4%. ഇവരുടെ ജനസംഖ്യ എന്ന് പറയുന്നത് 14%. അതായത് 14% നായന്മാർ 16.4% സീറ്റ് നേടിയിരിക്കുന്നു. ഇനി മുസ്ലിങ്ങളുടെ കാര്യം എടുക്കുക. 35 എണ്ണം ഇതിൽ സീറ്റുള്ളത്.
അതിൽ സീറ്റുകൾ അവരുടെ ശതമാന കണക്ക് നോക്കുകയാണെങ്കിൽ ഇത് 25%. ഇപ്പോൾ കേരളത്തിൽ ജനസംഖ്യ അനുസരിച്ച് 30%, 5% കുറവാണ്. അതായത് 5% സീറ്റ് കിട്ടിയാൽ മാത്രമാണ് മുസ്ലിങ്ങൾക്ക് ജനസംഖ്യാനുപാതമായ പ്രാതിനിധ്യം എന്ന് പറയാൻ പറ്റുള്ളൂ. ഇനി ക്രൈസ്തവർ കണക്ക് നോക്കിയാൽ ക്രൈസ്തവർ കണക്ക് നോക്കിയാൽ 33 സീറ്റാണ് ക്രൈസ്തവർക്കുള്ളത്. അതിൽ സവർണ ക്രൈസ്തവരും എല്ലാ ക്രൈസ്തവരും ഉണ്ട്. ആകെ 33 സീറ്റ് എന്ന് പറഞ്ഞാൽ 23.5%. അവരുടെ ജനസംഖ്യ 15ആണ്. 15.7%. അതെന്ന് പറഞ്ഞാൽ 15.7%ഉള്ള ക്രൈസ്തവർക്ക് 23.3% കിട്ടിയിട്ടുണ്ട്. ജനസംഖ്യാനുപാതികമായ പ്രാതിനിധ്യങ്ങൾ കൂടുതൽ. നായന്മാർക്ക് കൂടുതൽ കിട്ടിയിട്ടുണ്ട് ജനസംഖ്യാനുപാതിക പ്രാതിനിധ്യത്തെക്കാൾ കൂടുതൽ കിട്ടിയിട്ടുണ്ട്. ക്രിസ്ത്യാനികൾക്ക് കിട്ടിയിട്ടുണ്ട്. സവർണ ഹിന്ദു, ഈ സവർണ ഹിന്ദുവിനെ കണക്കാക്കാം 31 സവർണ ഹിന്ദുക്കളാണ് ഈ നിയമസഭയിലുള്ളത്. ഏകദേശ കണക്കുകൾ ഇതിലൊക്കെ പല മാറ്റങ്ങളും ഉണ്ടാവാം. കാരണം കുറെ കൂടി കണക്കുകൾ കൂട്ടിയെടുക്കുമ്പോൾ അവർക്ക് ജനസംഖ്യയിൽ 14.1%, 22.8% അവർക്ക് സീറ്റ് കിട്ടിയിട്ടുള്ളത്. അതായത് വെറും 14.1%, 22.1% അവർക്ക് സീറ്റ് കിട്ടിയിട്ടുണ്ട്. അപ്പൊ ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാല് ഈ ഹിന്ദുവിന്റെ വോട്ട്, ഹിന്ദുവിന് കിട്ടിയ സീറ്റ് ആർക്ക് കിട്ടിയ സീറ്റാ? സവർണർക്ക് കിട്ടിയ സീറ്റാണ്. ഹിന്ദു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ ഈ സവർണൽ ആരൊക്കെ പെടുന്നുണ്ട്? സവർണ ക്രിസ്ത്യാനികൾ പെടുന്നുണ്ട്, സവർണരായിട്ടുള്ള ഹിന്ദുക്കൾ പെടുന്നുണ്ട്. ഇവർക്കാണ് ഈ സീറ്റ് മുഴുവൻ കിട്ടിയിട്ടുള്ളത്. അപ്പൊ ഹിന്ദുവിന്റെ പേരിൽ വിലപിക്കുന്ന പ്രദീപ് വിശ്വനാഥിനെ ഈഴവർക്ക് കിട്ടിയ വോട്ടിനെ കുറിച്ചോ ദളിതർക്ക് കിട്ടിയ വോട്ടിനെ കുറിച്ചോ ഹൈന്ദവർ മറ്റ് ഇതര പിന്നാക്കക്കാർക്ക് കിട്ടുന്ന വോട്ടിനെ കുറിച്ച് യാതൊന്നും പറയാനില്ല. അവർക്കുള്ള ജനസംഖ്യാനുപാതികമായിട്ടുള്ള കുറവുകളെ കുറിച്ചിട്ടൊന്നും പറയാം. ഇപ്പൊ മുസ്ലിം കമ്മ്യൂണിറ്റിക്കാണെങ്കിലും അതുപോലെ ഈഴവ കമ്മ്യൂണിറ്റിക്കാണെങ്കിലും വലിയ നഷ്ടമാണ്. അവരുടെ ജനസംഖ്യാനുപാതികമായിട്ട് നോക്കുമ്പോൾ വലിയ പ്രാതിനിധ്യ കുറവുണ്ട്. പക്ഷെ അതിലൊന്നും ആൾക്ക് വേവലാതിയില്ല. ഭൂരിപക്ഷമുള്ള ഹിന്ദുക്കൾ ന്യൂനപക്ഷമായി എന്നുള്ള വേവലാതി നെറേറ്റീവ് എടുക്കുക. അപ്പോൾ ഇങ്ങനെ ഒരു നെറേറ്റീവ് ഉണ്ടാക്കാൻ വേണ്ടി ഹിന്ദു എന്ന് പറയുന്ന ഒരു കണക്ക് അവർ അവതരിപ്പിക്കുകയാണ്. ഹിന്ദുവിന്റെ കണക്ക്, ഈ ഹിന്ദുവിന്റെ ഇതെപ്പോഴാണ് പൊളിഞ്ഞു പോവുക? ഹിന്ദുവിന്റെ കണക്ക് അവതരിപ്പിക്കുന്ന നമ്മൾ അതിൽ സ്പ്ലിറ്റ് അപ്പ് ചെയ്യുക. അതിൽ നായർക്കത്തിൽ സവർണർക്കത്തിൽ കിട്ടി ഓരോരോ വിഭാഗങ്ങളെ സ്പ്ലിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടത്തെ അത് ക്രിസ്ത്യാനികളായാലും ഹൈന്ദവരായാലും അവർക്ക് മുഴുവൻ ആളുകൾക്ക് വോട്ട് ചെയ്തിട്ടുള്ളത് സവർണരായ അവരിലൊക്കെ സവർണ വിഭാഗങ്ങൾക്കാണ് വോട്ട് കിട്ടിയിട്ടുള്ളത്. ഇനി കേരളത്തിലെ മൊത്തം പിന്നാക്കക്കാരെ കണക്കെടുത്താലോ മുസ്ലിങ്ങൾ പിന്നാക്ക സമുദായങ്ങളിൽ പെടുന്ന ആളുകളാണ്. പിന്നാക്ക വിഭാഗങ്ങൾ എന്ന് പറയുന്ന വിഭാഗമുണ്ട്, SC ST വിഭാഗങ്ങൾ എന്ന് പറയുന്ന മറ്റു വിഭാഗങ്ങളുണ്ട്. അങ്ങനെ മുഴുവൻ അവർണരുടെയും അവർണ വിഭാഗങ്ങളുടെയും കണക്കെടുത്താൽ പിന്നാക്കക്കാരും ദളിതരും ആദിവാസികളായിട്ടുള്ള ആളുകളെ കണക്കെടുത്ത് ഇതിനേക്കാൾ കുറവാണ് പ്രാതിനിധ്യം. അപ്പോൾ ഈ ഹിന്ദുവിനെ കണക്ക് അവതരിപ്പിച്ചുകൊണ്ട് മുസ്ലിം വിരുദ്ധത പടർത്താനും ന്യൂനപക്ഷ വിരുദ്ധത പടർത്താനും ആണ് ശ്രമിക്കുന്നത്. ഇതിൽ ക്രിസ്ത്യാനികളുടെ കാര്യത്തിൽ ചില സമയത്ത് ചില വിട്ടുവീഴ്ചകൾ ചെയ്യും. കാരണം ചില സഭാപിതാക്കന്മാർക്ക് താല്പര്യമുണ്ട്. എന്നാൽ റിയൽ ആയിട്ടുള്ള ഇഷ്യൂലോ അവരിത് ഇത് ചെയ്യില്ല. ഇതാണ് പ്രദീപ് വിശ്വനാഥിന്റെ കേരളത്തിലെ വംശീയത വളർത്തുന്നതിനുള്ള ശ്രമം. ഇത് ശരിക്കും മാധ്യമങ്ങൾ വേണ്ട രീതിയിൽ ഇത് പഠിക്കുകയും ഇത് പൊളിച്ചു കൊടുക്കും ചെയ്യുക എന്നുള്ളതാണ് ചെയ്യേണ്ടത്. അതെന്താ പ്രശ്നം എന്ന് വെച്ചാൽ ഇതിലൊരുപാട് കണക്കുകളും ഭയങ്കര കോംപ്ലിക്കേഷൻസ് ഉണ്ട്. ഈ കോംപ്ലിക്കേഷൻസ് വരുമ്പോൾ ആളുകൾ അതിന്റെ നെറ്റ് ഇഫക്റ്റ് ഭൂരിപക്ഷം ന്യൂനപക്ഷമായി, ന്യൂനപക്ഷം ഭൂരിപക്ഷമായി, ഇത് മാത്രം എടുത്തു കഴിഞ്ഞാൽ ഒരു ഫീല് കിട്ടും. ഈ ഫീല് മതി ആളുകൾക്ക്, അല്ലെങ്കിൽ ഈ ഫീല് മതി ഹിന്ദുത്വർക്ക്. അപ്പൊ ഇതൊക്കെ ആണ് ഇതിന്റെ ഒരു വാസ്തവത്തിൽ ഇത് ഇഴകീറി നോക്കുന്നില്ല എന്നുള്ളത് തന്നെയാണ്. ഇഴകീറി നോക്കുമ്പോഴത് തീരാവുന്നൊരു ഇത് അല്ലെങ്കിൽ എന്താണ് നടക്കണത്, കഴിഞ്ഞ നിയമസഭയിൽ എന്തായിരുന്നു, ഈ നിയമസഭയിൽ എന്താണ് വരാൻ പോണത് എന്നുള്ള എത്രമാത്രം സവർണ ഇതിലേക്കാണ് പോവണത് എന്നുള്ളതുമാണ് വ്യക്തമാവണത്. അത് പക്ഷെ വേണ്ട രീതിയിൽ പഠിക്കപ്പെടുന്നില്ല, അവതരിപ്പിക്കപ്പെടുന്നില്ല എന്നുള്ളതാണ് സങ്കടകരമുള്ള കാര്യം.